കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായിട്ട് നാം ആദാമിനെക്കുറിച്ചാണല്ലോ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഹൗവയെക്കുറിച്ച് ചിന്തിക്കാം. വിശുദ്ധ വേദപുസ്തകമാണല്ലോ എല്ലാറ്റിൻ്റെയും ആധാരം. ഇന്നത്തെ ഈ ഭാഗവും വിശുദ്ധ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ബൈബിളിലെ തന്നെ തുടക്കങ്ങളുടെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വാക്യം 18. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിക്കൊടുക്കും എന്ന് അരുളി ചെയ്തു. വാക്യം 19. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്കു പേരായി. വാക്യം 20. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടു കിട്ടിയില്ല. വാക്യം 21. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. വാക്യം 22. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. വാക്യം 23. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളെയും അതിനുശേഷമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഹൗവയെക്കുറിച്ച് പഠിക്കുവാൻ ഇടയാകട്ടെ. ഹൗവ എന്ന പേരിൻ്റെ അർത്ഥം ജീവൻ അല്ലെങ്കിൽ ജീവനുള്ളതെന്നാണ്. കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിലെ ദൈവം മനുഷ്യനിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ആ വാരിയലിൽ മാംസം വച്ച് പിടിപ്പിച്ച് അതിനെ ജീവനുള്ളതാക്കി മാറ്റിയതുകൊണ്ട് ജീവനുള്ളത് എന്നാണ് ഹൗവ എന്ന വാക്കിൻ്റെ അർത്ഥം. മനുഷ്യജീവിതം സന്തോഷപ്രദം ആക്കാനാണ് ദൈവം മനുഷ്യന് ഭാര്യയെ അല്ലെങ്കിൽ തക്കതായ തുണയെ കൊടുത്തത്. ഇന്നത്തെ ലോകത്ത് ഒത്തിരി കുടുംബങ്ങൾ വളരെ പ്രയാസത്തിലും വളരെ പ്രതികൂലങ്ങളിലും ദുഃഖങ്ങളും വേദനയും അനുഭവിച്ചു മുന്നോട്ട് ചെല്ലുമ്പോൾ, വേദനയും അനുഭവിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ മനുഷ്യന് തക്കതായ ഭാര്യയെ ദൈവം നൽകിയിരിക്കുന്നത് ഒരു സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ സഹോദരിമാരും, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് തക്കതായ തുണയായിരിക്കണം. കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളെ ആ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നത് നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ആദാമിന് തക്കതായ തുണയായിട്ട് ദൈവം ഹൗവയെ കൊടുത്തത് ഈ ലോകത്തിലെ സകല സൃഷ്ടികളെ നോക്കിയിട്ട് തക്കതായ ഒരു തുണ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ സകല സൃഷ്ടിയിലും വച്ച്, ഈ ലോകത്തുള്ള സകല ജനതയിലും വച്ച് ദൈവം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ കൊടുത്തുവെങ്കിൽ നിങ്ങളൊരു തക്കതായ തുണ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും തക്കതായ തുണ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് തക്കതായ തുണ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹൗവയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ജീവിതം ഒരു സന്തോഷപ്രദമാകുവാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാ കുടുംബജീവിതങ്ങളെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കൊച്ചു സന്ദേശം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന് ഓരോ ദിവസവും ജീവിപ്പാൻ ഒരു ഊർജ്ജമാകും എന്നതുകൊണ്ടാണ് വളരെ ചെറുതായിട്ട് വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.